വണക്കണ്ണ അല്ല വണക്കം അണ്ണ. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. നീ എന്തിനാണ് ഞാനല്ല, ഞാനായിരുന്നു. ആകെപ്പാടെ 3 പേരെ ഉള്ളായിരുന്നു. അടിച്ചത് അമ്മയാ. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അങ്ങനെ ഇവള് ഞാനായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് വീട്ടിൽ വെള്ളിയാഴ്ച പിരിവിന് പറഞ്ഞ അണ്ണാച്ചിയായിട്ട് ചെറിയൊരു പ്രേമം. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഇവർ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. ഇവ ഇടയ്ക്ക് വരുമ്പോൾ ഇവര് തുണി എടുക്കുന്ന കല്ലിന്റെ അവിടെ ഒന്ന് സംസാരിക്കുന്നു. അപ്പോഴും ഞാനും ഒന്നും മിണ്ടില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവർ രണ്ടുപേരും ഒളിച്ചോടി അങ്ങ് പോയി. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർക്ക് ഇനി 4 കൊച്ചുങ്ങളായാലേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വലിയ വീട്ടിൽ പുള്ളിയായിരുന്നു. ഇത്രയും ദാരിദ്ര്യം വന്നു. എമ്മയെ കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. ഡാഡിയേ, നാടകം എപ്പോ തുടങ്ങും? അല്ല, ഫസ്റ്റ് വല്ല കേട്ടായിരുന്നു. ഇതുവഴി ഇങ്ങനെ കേറിപ്പോയായിരുന്നു. 3-ാമത്തേന് തുടങ്ങുമല്ലോ. അമ്മ, ഡാഡിയുടെ ബോധം പോയെന്ന്. ഇങ്ങേര് നിനക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ. എന്ത്? നിനക്ക് യാതൊരു ബോധമില്ലെന്ന്. എംഎ വരെ പഠിച്ച ഒരു ആളിന്റെ ഊരിലില്ല. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. ഹിയോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്